ഹായ്. സോറി ഡാ, ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി. വന്നിട്ട് കൊറേ നേരമായോ? ഇല്ല, ഇപ്പോ നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? രാത്രി ഫോൺ ചെയ്യുമ്പോ 2-3 മണിക്കൂർ നിർത്താതെ സംസാരിക്കുന്ന ആൾക്ക് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറയാനില്ല? അതോ ഫോണിലൂടെ മാത്രം മതി, നേരിട്ട് ഒന്നും വേണ്ടെന്നാണോ? ഏയ് നെവർ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതുകൊണ്ടാ. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ? മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല? ഏയ്, അന്നൊക്കെ ഒരുമിച്ച് നടക്കാൻ തന്നെ പേടിയാ. സത്യം പറഞ്ഞാ ഞാൻ നീനയോട് സംസാരിച്ചിട്ടുള്ള പോലെയൊന്നും ഇന്നേവരെ പ്രിയോട് സംസാരിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും? അവൾക്കിതൊന്നും പറയുന്നും കേൾക്കുന്നൊന്നും ഇഷ്ടല്ല. ഒരിക്കൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞത് ചീത്ത വാക്കായിരുന്നു എന്നും പറഞ്ഞ് 3-4 ദിവസം എടുത്ത് മിണ്ടാതെ നടന്നതാ. അയ്യോടാ പാവം. ഏയ് പാവൊന്നുമല്ല, ഷീസ് എ ബേസ്റ്റ്. സത്യം, ഒരു പെണ്ണിനോട് തോന്നുന്നൊരു ഫീലില്ലേ, അതൊരിക്കലും എൻ്റെ ഭാര്യയോട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് തോന്നുന്നത് നീനയോട് സംസാരിക്കുമ്പോഴാണ്. ശരിക്കും യു ആർ മൈ റിയൽ വുമൺ. ശരിക്കും 100%. So sweet. എനിക്ക് വയ്യ. അർജന്റായിട്ട് കാണണം പറഞ്ഞ എന്തിനാ? അതൊരു സഹായം ചോദിക്കാനായിരുന്നു. ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നില്ല. അതെന്താടാ? ഒന്നുമില്ല, നനഞ്ഞിടം കുഴിക്കാന്നൊക്കെ പറയില്ലേ, നിനക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ ഐ വിൽ ഫീൽ ബാഡ്. എന്നെ കുറിച്ച് അങ്ങനെയാണോടാ കരുതിയത്? യു ക്യാൻ ടെൽ മീ എനിത്തിങ്. എനിക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഐ വിൽ വിത്ത് യു ഡാ. ഷുവർ? 100% ഷുവർ. എനിക്കൊരു 4 ലക്ഷം രൂപ വേണം. അയ്യോ, മാഷെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. പണം ശരിയാക്കി തരാൻ വേണ്ടി പറഞ്ഞതുമല്ല. വരുന്ന വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പണം ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഞാനും അമ്മയും തെരുവിലിറങ്ങേണ്ടി വരും. ബാങ്ക് അറ്റാച്ച്മെന്റാ, വീട് വെക്കാനെടുത്ത ലോണ്. ഒരു ചില്ലി കാശ് തിരിച്ചടച്ചിട്ടില്ലെന്ന് അച്ഛൻ മരിച്ചപ്പോഴാണ് അറിഞ്ഞത്. അവസാന അവധി ഈ വ്യാഴാഴ്ച തീരും. മാഷ് വിഷമിക്കണ്ട, ഞാനും അമ്മയെ എന്തായാലും ഫേസ് ചെയ്യാൻ തീരുമാനിച്ചതാ. മാഷോട് ഇങ്ങനൊരു അടുപ്പായ സ്ഥിതിക്ക് പറഞ്ഞെന്ന് മാത്രം. വേറെ ആരോടും പറയാനുമില്ല. വേറെ വീട് ശരിയാവുന്നവരെ ഞാനും അമ്മയും മാഷിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. അവിടുന്ന് പുറത്താക്കാണ്ടിരുന്നാ മതി. ഏയ് അതൊന്നും വേണ്ട. വൈകിട്ട് പാറമേക്കാവിന്റെ അവിടെ മരുന്ന് വരുവോ? എന്തിനാ? പൂരം കാണാനാ. അല്ല സോറി, പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെ എന്തായാലും പറയാ, ATM കൗണ്ടർ. അവിടെ എന്റെ പേരിൽ ഒരു 75,000 രൂപ കിടപ്പുണ്ട്. അത് ഞാൻ ഇപ്പൊ തരാം. ബാക്കി വ്യാഴാഴ്ച വരെ സമയമില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. എനിക്ക് വിശ്വസിക്കാമോടാ? സത്യനാഥൻ നുണ പറയില്ല, പ്രത്യേകിച്ച് അവന്റെ പെണ്ണിനോട്. സ്കൂളിലെത്താൻ നേരായി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും ഉണ്ട്. നിന്റെ ഡിവോഴ്സ് കഴിയട്ടെ, എന്നിട്ട് വേണം അമ്മയോട് എല്ലാം പറയാൻ. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് ഇല്ലെങ്കിലോടാ. ഐ ആം ഓൾവേസ് യുവേഴ്സ് ഡാ. എന്താടാ? വറീസ് മാഷേ, പണ്ട് എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാ മനസ്സിലൊരു കറയായിട്ട് വെക്കരുത്. മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കൊരു 3 ലക്ഷം രൂപ വേണം. മാഷി കുറി കമ്പനിയുടെ ഒക്കെ ഡയറക്ടർ ബോർഡിലുള്ള ആളല്ലേ? കുറി ഞാൻ ഏർപ്പാടാക്കാം. പക്ഷെ നാളെ തന്നെ കാശ് വേണമെന്ന് പറയരുത്. ഒരു മാസം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല ബാങ്ക് ലോൺ അപ്ലൈ ചെയ്താൽ പോരെ? നീ ഒന്നേ നാളെ ഒരു 10 മണിയാവുമ്പോഴേക്കും കാശ് തരാനുള്ള ഒരു ഏർപ്പാട് മാഷ എങ്ങനെയെങ്കിലും ഉണ്ടാകും. ഈടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ഈട് മാഷ് ഇത്? നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? ഒരു കാര്യം ചെയ്യാം, എന്റെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തന്നേക്കാം പോരെ? നിവൃത്തികേട് കൊണ്ടാ മാഷേ. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ എന്നോടുള്ള പഴയ വൈരാഗ്യം വെച്ചില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത്. പ്ലീസ് 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 പ്ലീസ്. ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാ പോരെ? ആക്കണം ആക്കണം ആക്കണം. നാളെ രാവിലെ പ്ലീസ് 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 പ്ലീസ്. അത്ര അത്യാവശ്യമായതുകൊണ്ട് പ്ലീസ് പ്ലീസ്. Happy birthday to you. Happy birthday dear Bhaskaran. Happy birthday.
നിധിക്ക് ശരിക്കും മാറ്റമുണ്ടല്ലേ പ്രിയെ? പിന്നെ അവളിപ്പോ ശരിക്കും സാധാരണ കുട്ടികളെ പോലെയായി. അതിന്റെ ക്രെഡിറ്റ് ഭാസ്കരനാ. എല്ലാറ്റിനും അവൾക്കിപ്പോ ഭാസ്കരൻ മതി. ഈസ് റിയലി ഗിഫ്റ്റഡ്. ഇങ്ങനൊരു മകനുണ്ടായതിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാ. ശരിയാ, പക്ഷേ അച്ഛന്റെ അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ഒരുമിച്ച് അനുഭവിക്കാൻ പാവം ഭാസ്കറിന് യോഗം ഇല്ലാതെ പോയി. ഏയ് പ്രിയ, എന്താ ഇത്? ദാ. എന്തടാ? എന്റെ ബർത്ത്ഡേ കേക്ക്. ഇത്തവണ അച്ഛൻ എന്റെ ബർത്ത്ഡേ മറന്നുപോലെ. ഫോണിലെങ്കിലും വിളിക്കുമെന്ന് കരുതി കുറെ നേരം ഞാൻ കാത്തിരിക്കുന്നു. സോറി മോനെ. ഗുഡ് നൈറ്റ് അച്ഛാ. സോറിടാ. ഗുഡ് നൈറ്റ്. അച്ഛൻ ഭാസ്കര പ്ലീസ്. എന്താ ജില്ല? എന്റെ മാഷെ, നിങ്ങളിത് എവിടെയാ? ഫുൾ ടൈം ഫോണും ഇന്റർനെറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. ചില്ലറ എൻഗേജ്മെന്റ്സ്. മനസ്സിലായി. ഇന്നലെ അൻവർ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹിക്ക് പോയി, ഒരു ഇന്റർവ്യൂ. അവനെ വിടാൻ നെടുമ്പാശ്ശേരി വന്നപ്പോഴാ മാഷിനെ വിളിച്ചു. ഒടുക്കത്തെ ബിസി. ശരി, അത് വിട്. ഇപ്പൊ വിളിച്ച കാര്യം പറയാം. ഞാനെന്ന് പറഞ്ഞ മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ. യോ, മറന്നാ? മാഷെ, അടുത്ത ആഴ്ച ജൂലിയും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ വരുന്നോണ്ട് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവളെ കൊണ്ട് നേരെ മാഷിന്റെ വീട്ടിലോട്ടാ വരാൻ പോണേ. ചതിക്കരുത്. സത്യനാഥൻ മാഷക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് പാലിച്ചിരിക്കും. അത് മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാര്യം ഓക്കെ. പുള്ളി ഏതായാലും ഇപ്പൊ വിളിച്ചു തന്നായി. രാത്രി 10 മണിക്ക് ശേഷം പുലർച്ചെ വരെ പുള്ളിയെ കിട്ടില്ലല്ലോ. ബിസി അല്ലേ? എന്താ കാര്യം? മറ്റേത് തന്നെ, ഫോണിലൂടെയുള്ള കലാപരിപാടി. ഒന്ന് പോടാ, ഞാൻ വിശ്വസിക്കില്ല. സത്യോടാ. ഫോൺ സെക്സോ? അങ്ങനെ ഒരു മാഷല്ലടാ. എടാ, ആ ഗഡി ആര് തന്നെയാണെങ്കിലും ദ തിങ് ഈസ് ട്രൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. ആദ്യത്തെ 1-2 പ്രാവശ്യം ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. സംഭവം കഴിഞ്ഞ് രാത്രി 12 എനിക്കൊരു 5-6 മെസ്സേജ് താങ്ക്സ് പറഞ്ഞുണ്ട്. പുള്ളിയുടെ ഈ 17 വർഷത്തെ മാരീഡ് ലൈഫ് പുള്ളി ഇത്ര സുഖം അനുഭവിച്ചിട്ടില്ല. അത്ര സത്യോടാ.